ഹലോ ഗായ്സ്, നമുക്കിന്ന് നമ്മുടെ കോളേജിൽ പോയി നോക്കാം. ബയോ യൂണിവേഴ്സിറ്റി ക്യാമ്പസ്. എനിക്കൊരു കോൺവൊക്കേഷൻ സർട്ടിഫിക്കറ്റ് മേടിക്കാനാണ്. അപ്പോൾ അത് വെച്ചിട്ട് വരാം. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാനുള്ളത് നമ്മൾ ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയിലാണ്. മഴ പെയ്യുന്നുണ്ട് നന്നായിട്ട്. അപ്പോൾ ഞാൻ വന്നത് കോൺവൊക്കേഷൻ സർട്ടിഫിക്കറ്റ് മേടിക്കാനാണ്. അത് വന്നപ്പോൾ യൂണിവേഴ്സിറ്റി കംപ്ലീറ്റ് ചേഞ്ച് ആയിട്ടുണ്ട് ഗൈസ്. അതൊരു വളരെ സന്തോഷമുള്ള കാര്യം. കാരണം നമ്മുടെ പഠിച്ചിരുന്ന സമയത്ത് അതായത് അങ്ങനെയാണ്, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ യൂണിവേഴ്സിറ്റി വളരെ മോശമായിരിക്കും. നമ്മൾ പഠിച്ചിറങ്ങിയ സാങ്ഷൻ ആവാത്ത പലതും സാങ്ഷനായിട്ട് കോളേജിൽ കിടിലനാവും. എന്തായാലും അതിൽ സന്തോഷം. കോളേജിൽ കിടിലനായിട്ടുണ്ട്. ഇതിൽ ഫുള്ള് ടൈലൊക്കെ ഇട്ടിട്ട് ഇത് ഇവിടെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. പണ്ട് എൻ്റെ ഈ വീഡിയോസ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും. ഇവിടെ വളരെ മോശമായി കിടക്കുന്ന സ്ഥലങ്ങളായിരുന്നു. എല്ലാം കിടിലനാക്കിയിട്ടുണ്ട്. ഇവിടെ ഒരു ബോർഡ് ഉണ്ടായിരുന്നു പണ്ട്, ജിയോളജി എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊന്നും ഇപ്പോൾ ഇവിടെ കാണാമല്ലോ, എടുത്ത് കളഞ്ഞു തോന്നുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും കോളേജിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് ബാക്കി വിശേഷങ്ങൾ കോളേജിൻ്റെ ഉള്ളിൽ നിന്ന് കാണാം ഗൈസ്. സർട്ടിഫിക്കറ്റ് ഫൈനലി ഐ ഗോട്ട് ഇറ്റ്. ഇവിടെ ഇനി ഒരു പിക്ക് വരാനുണ്ട്. നിങ്ങൾക്ക് കാണാനുണ്ടോ എന്ന് എനിക്കറിയില്ല. കാണാനുണ്ടോ ഇതിൽ? അപ്പോൾ കണ്ടോ ഗൈസ്, എനിക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ട്. ഇവിടെ ഒരു പിക്ക് വരാനുണ്ട്. ആ പിക്ക് ഇതിൽ വന്നിട്ടില്ല. സോ അത് വരാൻ വേണ്ടി നമ്മൾ ഇനിയും കുറച്ച് സാധനങ്ങൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. പക്ഷേ ഇതിന് എപ്പോഴാണ് തിരിച്ച് കിട്ടാറില്ല. കോൺവൊക്കേഷൻ ഞങ്ങൾക്ക് കിട്ടിയില്ല. കോൺവൊക്കേഷൻ കിട്ടാണ്ട് എന്തായാലും ഭയങ്കര സങ്കടം ഉണ്ടെങ്കിൽ. കാരണം ഞാൻ കോൺവൊക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേരളത്തിൽ നിന്ന് വന്ന് ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റി പഠിച്ചത് തന്നെ. ഇവിടെ നമുക്ക് ഇവിടെയും കോൺവൊക്കേഷൻ ഇല്ല. ഉണ്ട്, വേറെ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ ഉണ്ട്. ഇവിടുത്തെ പ്രശ്നമാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ടാവും. ഇവിടെ എന്തോ പാർട്ടി നടന്നാണ് കോലം വരച്ചിട്ടുണ്ടാവില്ല. പിന്നെ എന്താ ടൈൽസൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട്. പണ്ട് ടൈൽസ് ഉണ്ടായിരുന്നു. പണ്ടത്തെ എൻ്റെ വീഡിയോ കണ്ടവർക്ക് നന്നായിട്ട് മനസ്സിലാവും. പിന്നെ ഫുള്ള് സ്റ്റെയറിൽ ടൈൽസ് ഇട്ടിട്ടുണ്ട്. മുകളിൽ ദിസ് ഡിപ്പാർട്ട്മെൻറ്റാണ്. ഞങ്ങൾ എൻ്റെ ക്ലാസ് ഞാൻ കാണിച്ചത് ഗൈസ്. ആ ഹാ ഹാ ഇത് ബയോളജി ലാബായിരുന്നു. ഇവിടെ വെച്ചിട്ട് ലാബ് വന്നിട്ടുണ്ട്. അത് പുതിയ റൂമാണ് കേട്ടോ. അതല്ല, ഇത് വേറെ ബയോളജി ലാബ്. അത് ജെസ്സിക്ക് ലാബ്. പിന്നെ കോളേജിലൊക്കെ കിടങ്ങനാക്കി പണ്ടുള്ള മൂക്കിൽ പിടിച്ചിട്ട് ഫുള്ളങ്ങനെ പായലൊക്കെ വന്ന് നടക്കുന്നു. ഇപ്പോൾ കംപ്ലീറ്റ് സെറ്റ്. ഇതെന്തായിരുന്നു? ഇതൊരു ലാബാണ്. PhD സ്കോളേഴ്സൊക്കെ ഇരിക്കുന്ന സ്ഥലമാണ്. പിന്നെ ഇത് നമ്മൾ മാപ്പിംഗ് ഒക്കെ ചെയ്യാൻ വരുമായിരുന്നു. അതേപോലെ തന്നെ പെട്രോളജി പഠിക്കാൻ ഉണ്ടാകുന്നുണ്ട്. പിന്നെ സെഡിമെന്റോളജിക്കും ഇടയ്ക്ക് പാലിയോളജിക്കും ഇതേപടി ഇരിക്കും. പണ്ട് ഇതായിരുന്നു ഇല്ലാത്തത്. ഇതിപ്പോൾ ഇവിടെ പോളിഷ് ചെയ്തിട്ടുള്ളൂ നമ്മളൊക്കെ. ബാക്കി എല്ലാവർക്കും ടൈൽസ്. ഞാനിവിടെ ഇരിക്കും. ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഇത് കംപ്ലീറ്റ് ഫോസിൽസാണ് ഗൈസ്. ജിയോളജിനെ കുറിച്ച് അറിയുന്നവർക്ക് അറിയുമായിരിക്കും. എന്തൊക്കെയാണ് നോക്കുമ്പോൾ ഞാൻ മറന്നുപോയി. ഇതൊക്കെ എന്തൊക്കെയാണ്? ഫുൾ പാലിയോളജിൻ്റെ ഫോസിൽസാണ്. അത് വാഷ്റൂമാണ്.
ഗേൾസിൻ്റെ. ഇവിടുന്ന് പുറത്തേക്ക് നോക്കിയാൽ നല്ല കിഡിലും വീടാണ്. പിന്നെ നമുക്ക് ആ വണ്ടിക്ക് പോകാൻ സമയത്തുണ്ടാവും. അവിടെ നമ്മൾ ഈ കെമിസ്ട്രീൻ്റെ പോലത്തെ സംഭവങ്ങൾ ചെയ്യുമായിരുന്നു. ഞാൻ ചെയ്തിട്ടില്ല. ഇത് ഗസ്റ്റ് ഫാക്കൽറ്റിയിൽ പോകുന്നതാണ്. അതായത് ടീച്ചേഴ്സിൻ്റെ സ്റ്റാഫ് റൂമാണ്. ഗസ്റ്റ് ഫാക്കൽറ്റീസ് മാത്രമേ യൂസ് ചെയ്യുന്നത്. ഇത് വേറെ ഏതോ മറ്റേ പാലിയോളജീൻ്റെ ഇത് ടീച്ചേഴ്സ് ഇരിക്കുന്ന സ്ഥലമാണ്. പിന്നെ ഇതും ഗസ്റ്റ് ഫാക്കൽറ്റി റൂം തന്നെ ഉണ്ടാവും. ഇവിടെ നമ്മുടെ എൻ്റെ ഹൈഡ്രോജിയോളജിൻ്റെ ഫാക്കൽറ്റീസൊക്കെ ഇവിടെയായിരുന്നു ഇരുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ടാണ് ഡെസർട്ടേഷനൊക്കെ ഫുള്ള് ചെയ്തിട്ടുള്ളത്, വരച്ചതും എഴുതിയതൊക്കെ. അവിടെ നിന്ന് ചെയ്യും സാറ്. അവിടെ നിന്ന് പറഞ്ഞു തരും കംപ്ലീറ്റ്. നമ്മൾ ഈ റൂമിൽ വരണം ഡെസർട്ടേഷൻ ചെയ്യാൻ. ഈ റൂമിൽ ഇവിടെ വന്നിരിക്കും. ഇവിടെ വന്നിരുന്നിട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷമുള്ള സമയം, അല്ലെങ്കിൽ സാറ്റർഡേസിൽ എപ്പോഴെങ്കിലുമൊക്കെ വന്നിട്ട് കംപ്ലീറ്റ് ഈ റൂമിലിട്ട് ചെയ്ത് തീർക്കണം. പിന്നെ അത് ജെൻസിൻ്റെ വാഷ്റൂം. ഇവിടെ ഇരുന്നിട്ട് കുറേ ചെയ്തിട്ടുണ്ട്. ഡെസർട്ടേഷൻ്റെ സമയത്ത് തന്നെ കണ്ടമാനം സമയം ഇവിടെ ഇരുന്നിട്ട് എന്താ പറയുക, മാപ്പ് വരയ്ക്കുക, അത് ഇത് ഒരു തല്ലിമല്ലാത്ത കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഗൈസ്. പിന്നെ ഇതൊക്കെ എന്തൊക്കെയോ റൂമാണ്. ഇവിടെ നിന്ന് നമ്മളായില്ല. എന്തായാലും കംപ്ലീറ്റ് കോളേജ് മാറി പെയിൻ്റൊക്കെ അടിച്ച് സൂപ്പറാക്കിയിട്ടുണ്ട് അല്ലേ? എനിക്കെങ്ങനെ അറിയാനോ പഠിച്ചിട്ടില്ലല്ലോ ഗൈസ്. എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ആരും ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുന്നതിനെ കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് ചൂസ് ചെയ്യേണ്ട. കാരണം എന്താ പറയുക, ഇവിടെ ഒരു തേങ്ങാപ്പണ്ണാക്കൂല. ഒരു കോൺവെക്കേഷൻ പോലും കോൺവെക്കേഷൻ ഫീസ് മേടിച്ചിട്ടുണ്ട് 2000 സംതിങ്. പക്ഷെ ഒരു കോൺവെക്കേഷൻ ഞാനാണെങ്കിൽ ആ തൊപ്പിയൊക്കെ ഇട്ട് ആ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഒരു എല്ലാവരും അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു ആഗ്രഹമല്ല അങ്ങനെ ചെയ്യണമെന്ന്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ എടുത്തത്. പക്ഷേ അത് ഇതുവരെ നടന്നിട്ടില്ല. ഇവിടെ കംപ്ലീറ്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് അണ്ടർഗ്രൗണ്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓർമ്മയിലൊക്കെ അണ്ടർഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ അണ്ടർഗ്രൗണ്ട് കണ്ടത്. ഈ ഡോറൊക്കെ ഓപ്പൺ ആയത്. ഈ ഡോറ് പണ്ട് ഇവിടൊക്കെ കംപ്ലീറ്റ് സാധനങ്ങളാണ്. PhD സ്റ്റുഡൻസിൻ്റെ റൂമാണ്. കിട്ടില്ല അല്ലേ? നല്ല ആംബിയൻസ് ആണ്. ഇഷ്ടമായോ? ഇഷ്ടം ಸುಮಾರು ಎಲ್ಲ ಒಂದು 50 years ಆಯ್ತದೆ. 15 years. 50 years ಆಗಿದೆ. 35 years. കൊള്ളാലോ. ഇത് ഡിപ്പാർട്ട്മെന്റ് ഗാർഡിയൻ. ഡിപ്പാർട്ട്മെന്റ് ഫുൾ ചേഞ്ച്ഡ്. ഗൈസ് ഞാൻ നിങ്ങൾക്ക് വേറൊരു സാധനം കാണിച്ചു തരാം. കുളം. അതും നമുക്ക് ആ ഒരു ഏരിയ എങ്ങനെ എടുത്തത് ഗൈസ്. ഈ പോണ്ട് കംപ്ലീറ്റ് മാറിയിട്ടാ. ഇത് ഇങ്ങനെ ഈ നടക്കണ ഭാഗമൊന്നും ഇങ്ങനെ ആയിരുന്നില്ലടോ. അത് നീ ഇവിടെ പഠിച്ചിട്ടില്ലല്ലോ. അപ്പം നിനക്കത് അതിൻ്റെ ഒരു ഇത് പറഞ്ഞാൽ മനസ്സിലായി. ഞങ്ങൾ പഠിക്കുമ്പോൾ വൃത്തിയായിട്ട പോലെയായിരുന്നു. ചായോ? കുളത്തിന് ഇന്നെ അറിയില്ല ഗൈസ്. ഇതാണ് നമ്മുടെ ജിയോളജി ഡിപ്പാർട്ട്മെന്റ്.
എന്താ പറയാന്നറിയില്ല. ഇവിടെ വന്നിട്ട് പഠിക്കാൻ നല്ല ആംബിയൻസ് ഒക്കെ തന്നെയാണ്. കാരണം അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സുവോളജി ഡിപ്പാർട്ട്മെൻറ്റ്, പിന്നെ ഇതിൻ്റെ അപ്പുറത്താണ് നമ്മളെ ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റ്. അങ്ങനെ മൊത്തത്തിലൊരു ആഞ്ഞോഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റ്. എനിക്ക് ഒരു സ്ഥലം കൂടി കാണിച്ചു തരാം, ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ. ഇതെന്താ വേണ്ടേ? ആ രസമാണ്. ഇതെന്താ മാവാ? ഇത് ഇതാ തോന്നണം ബദാം. ഹായ് ഗായ്സ്, അപ്പോൾ യൂണിവേഴ്സിറ്റി ഞാൻ നിങ്ങളെ കുറേ കാണിച്ചു. ഇതൊക്കെ നമ്മുടെ ഇവിടുത്തെ വഴികളാണ്, ഞാൻ നിങ്ങളെ കാണിക്കാം. ഫുൾ പീസ് യൂണിവേഴ്സിറ്റിയാണ്, കാം യൂണിവേഴ്സിറ്റിയാണ്. പക്ഷെ പഠിക്കാൻ അത്ര പീസാണ്. ഫുള്ള് സമയം. പക്ഷെ ഞാൻ പഠിക്കുമ്പോൾ ഇവിടെ ഒന്നും വന്നിട്ടില്ല കേട്ടോ അധികം. ഒരു വട്ടം 2 വട്ടം എന്തോ വന്നിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. എനിക്ക് മഴ ചാറുണ്ട്. ഗൈസ്, അപ്പോൾ നിങ്ങൾ വീഡിയോ എല്ലാം കണ്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് നമ്മുടെ കോളേജിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് ഇരിക്കുന്ന സ്ഥലമാണ്. ഫസ്റ്റ് അഡ്മിഷൻ ഞാൻ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ കൂടെ വന്നപ്പോൾ ഇവിടെ വന്ന് ക്യൂ നിന്നിട്ടുണ്ടായിരുന്നു കുറേ. പിന്നെ ഇതാണ് ഗുഹാൻ, ഇപ്പോൾ അവിടെ ഗസ്റ്റ് ഫാക്കൽറ്റി കം PhD സ്കോളറാണ്. അപ്പം നമ്മൾ കണ്ട് കുറച്ച് സംസാരിക്കാനായിരുന്നു, സംസാരിച്ചു പോകുന്നു. പിന്നെ നമ്മൾ നേരെ സ്ഥിരം എൻ്റെ സ്പോട്ടായിരുന്നു പഠിച്ചിരുന്നപ്പോൾ അവിടെ തലശ്ശേരി റെസ്റ്റോറൻറ്റ്, കാരണം അത് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അവിടെ പോയിട്ട് 2 ബിരിയാണിയും കഴിച്ച് ഞങ്ങൾ പോന്നു. അപ്പോൾ എന്താണെങ്കിലും എൻ്റെ കോളേജ്, എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാം ഞാൻ കാണിക്കാൻ, ഇത്ര ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളെ കാണിക്കാൻ പറ്റുമെന്ന് എനിക്ക് ഞാൻ പ്രതീക്ഷിച്ചല്ല. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എനിക്ക് കാണിക്കാൻ പറ്റിയത്. എന്താണെങ്കിലും നമ്മളവിടെ ജ്ഞാനഭാരതി തന്നെയാണ് കേട്ടോ തലശ്ശേരി റെസ്റ്റോറൻറ്റ് ഉള്ളത്. തലശ്ശേരി റെസ്റ്റോറൻറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഭയങ്കര ഹൈ പ്രൈസാണ്. പിന്നെ എനിക്കവിടെ ബിരിയാണി കഴിക്കണം തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ അവിടെ കയറി കഴിച്ചത്. അല്ലെങ്കിൽ നമ്മൾ ചീപ്പായി എവിടെയും പിടിക്കുമായിരുന്നു. ഇനി അവിടെ ലൈം സോഡയ്ക്ക് ഒരെണ്ണത്തിന് 50 റുപ്പീസൊക്കെയാണ് അവർ ചാർജ് ചെയ്യുന്നത്. നമ്മൾ 25 ഒക്കെ കൊടുത്ത് കുടിക്കുന്നതാണ്. എന്നാൽ അതിനത്ര വർത്ത്, ആ പ്രൈസിന് അത് വർത്തും അല്ല. അതാണ് പ്രോബ്ലം. അങ്ങനെ നമ്മളവിടെ തിരിച്ചു പോന്നു. തിരിച്ച് നമ്മളൊരു ഈവനിങ് ആയപ്പോഴാണ് പോകുന്നത്. അതുവരെ കോളേജിൽ പരിപാടി ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ കോൺവൊക്കേഷൻ സർട്ടിഫിക്കറ്റ് എനിക്ക് കിട്ടിയില്ല. അതിൽ കുറച്ച് മിസ്റ്റേക്സ് ശരിയാക്കാണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വീണ്ടും അത് കൊടുത്തു. അങ്ങനെ പോന്നു. പോരണ വഴിക്ക് നമ്മൾ ഈ ഡ്രെയിനേജിൽ ചെടികൾ നല്ല കിടിലായിട്ട്, ഈ വീഡിയോയിൽ ഇത് എത്ര ഭംഗിയായി തോന്നിയിട്ടുണ്ടെന്ന് അറിയില്ല. വരുന്ന വഴിക്ക് ഇത് കണ്ട സമയത്ത് എനിക്കിത് വീഡിയോ എടുക്കണം തോന്നി. ഞാനങ്ങനെ ഇറങ്ങിയെടുത്താണ് കേട്ടോ വീഡിയോ. ഇത് ഏകദേശം നമ്മൾ ശാന്തി നഗർ പ്രോപ്പറായിട്ട് വരികയാണെങ്കിൽ ശാന്തി നഗർ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ തന്നെയാണ്. അപ്പോൾ അവിടെ കിടിലായിട്ട് ഇങ്ങനെ അതിന് അവർ മെയിൻ്റനൻസും ഉണ്ട് കേട്ടോ, ആൾക്കാർ കുറേ ശരിയാക്കുന്നുണ്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റ ബൈ ബൈ, സീ യു.